നമസ്കാരം. ഈ കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാർക്കും വിജയുടെ അവിടെ ഒരു കരൂർ സ്ഥലത്ത് ഒരു സ്റ്റാമ്പേഡ് നടന്നില്ലേ, അതിൻ്റെ ഡീറ്റെയിൽ ഒരുപാട് പേർക്ക് അറിയത്തില്ല. ഇപ്പോഴും വിജയ് തന്നെയാണ് കുറ്റക്കാരെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ശരിക്കും അവിടെ ചെരുപ്പ് എറിയപ്പെട്ടു, ബോട്ടിൽ എറിയപ്പെട്ടു, പിന്നെ കുറേ അവിടുത്തെ നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു അവിടെ കത്തി വെച്ച് കീറുന്നുണ്ടായിരുന്നു, നാട്ടുകാർ പറയുന്നുണ്ട്, കുറേ ആൾക്കാർ പറയുന്നുണ്ട് ചവിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഇതെല്ലാം നാട്ടുകാർ അവിടുത്തെ ആ സ്റ്റാമ്പേഡിൽ ആ ഒരു ക്രൗഡിനകത്ത് ഉണ്ടായിരുന്ന ആൾക്കാരാണ് പറയുന്നത്. ഇതൊന്നും അധികം പുറത്തു വരത്തില്ല. ഈ കേരളത്തിൽ മൊട്ടയായിട്ട് ഇവർ ന്യൂസ് മാത്രം ഇങ്ങ് കേൾക്കും. ന്യൂസ് മാത്രം കേട്ടിട്ട് അതിൽ ഇൻഫർമേഷൻ അതെല്ലാം ഇങ്ങ് പറഞ്ഞ് നാട്ടുകാർ മൊത്തം പറഞ്ഞുകൊണ്ട് കിടക്കും. ഇതിൽ കുറച്ച് ആൾക്കാർ, വിജയ് ഫാൻസ് ആയിട്ടുള്ള ആൾക്കാർ, അവർ ശരിക്കും പറഞ്ഞാൽ വിശ്വസിച്ചിട്ടില്ല. പക്ഷേ സത്യം എന്താണെന്നുള്ളത് എല്ലാവരും അറിയണമല്ലോ. ഈ DMK എന്ന് പറഞ്ഞ ഒരു പാർട്ടി തമിഴ്നാട്ടിൽ കേരളത്തിലോട്ട് വിജയനെ കുറിച്ച് നെഗറ്റീവ് പറയാൻ വേണ്ടി മാത്രം അവർ ഡിജിറ്റലിൽ മാത്രം സ്പെൻഡ് ചെയ്ത രൂപ 25 കോടിയാണ്. അതായത് നമ്മുടെ ഗൂഗിൾ ആഡ്സ് അങ്ങനത്തെ സംഭവം ഉണ്ടല്ലോ, അതിൽ കൂടെ ഡിജിറ്റലിൽ കൂടെ മാക്സിമം ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി അവർ വിജയനെ കുറിച്ച് നെഗറ്റീവ് കേരളത്തിലോട്ട് പരത്താനും, പിന്നെ തമിഴ്നാട്ടിൽ കുറച്ച് അവിടെ അവർക്ക് ഓൾറെഡി ആൾ സെറ്റ് ഉണ്ട്, പക്ഷേ കേരളത്തിലോട്ട് അവർക്ക് ആൾക്കാരില്ലല്ലോ വിജയനെ കുറിച്ച് നെഗറ്റീവ് പറയാൻ വേണ്ടി. സോ അതുകൊണ്ട് അവർ ഡിജിറ്റൽ മീഡിയ യൂസ് ചെയ്ത് അതിന് മാത്രം അവർ മൊത്തത്തിൽ ഈ വിജയനെ കുറിച്ച് നെഗറ്റീവായിട്ട് ചെയ്യാൻ വേണ്ടി അവർ സ്പെൻഡ് ചെയ്ത രൂപ തന്നെ 25 കോടിയാണ്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കണം എല്ലാവരും. സോ ഇപ്പോൾ അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇപ്പോൾ റീസെൻ്റായിട്ട് CBI എൻ്ററായി. ഈ CBI എന്നുള്ളൊരു സംഭവം ചോദിച്ചത് തന്നെ തമിഴക വെട്രിക്കഴകം എന്ന് പറഞ്ഞ വിജയുടെ പാർട്ടി തന്നെയാണ്. ആ CBI അല്ല അവർ ചോദിച്ചത് സുപ്രീം കോർട്ട് വന്ന് മോണിറ്റർ ചെയ്യണമെന്ന്. അപ്പോൾ അതിനു മുമ്പേ CBIക്ക് പോകണം എന്ന് പറയുന്ന സമയത്ത് DMK, ദ്രാവിഡ മുന്നേറ്റ കഴകം, സ്റ്റാലിൻ്റെ പാർട്ടി, അവർ CBIക്ക് കൊടുക്കരുത്, പോകാൻ പാടില്ല, തമിഴ്നാട് പോലീസ് മതി ഇത് നോക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ അവസാനം സുപ്രീം കോർട്ട് CBIയിലോട്ട് ട്രാൻസ്ഫർ ചെയ്തപ്പം ഇപ്പോൾ DMK ഫുള്ള് വിജയനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതായത് വിജയ് BJPയുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകണം, അതുകൊണ്ടാണ് CBI ഇതാക്കുന്നത്, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ നെക്സ്റ്റ് നെഗറ്റീവായിട്ട് അവർ, അതായത് BJPയുമായിട്ട് കമ്പൈൻ ചെയ്ത് ഇങ്ങനെ പറയുന്നുണ്ട്. തമിഴ്നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ പോലല്ല, തമിഴ്നാട്ടിലൊരു സംഭവമുണ്ട്. BJP എന്ന് പറഞ്ഞാൽ ഭയങ്കര വെറുപ്പാണ് തമിഴ്നാട്ടുകാർക്ക്. അതായത് BJP ഏറ്റവും കൂടുതൽ ഏത് പാർട്ടിക്കാണ് ഉള്ള ആ പാർട്ടിയെ അവിടെ ജയിക്കത്തുള്ളൂ, അങ്ങനത്തെ ഒരു കൺസെപ്റ്റിലാണ് തമിഴ്നാട്. പക്ഷേ ഇപ്പോൾ റീസെൻ്റായിട്ട് അണ്ണാമലൈ എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്, BJPയുടെ ലീഡറായിട്ട് ഇരുന്ന ആൾ. അപ്പോൾ ആ പുള്ളി വന്നതോട് കുറച്ച് BJPയുടെ ഒരു സംഭവം നല്ല ഒരു പേര് വന്നിട്ടുണ്ട്. സോ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വിജയ് CBIക്ക് കൊടുത്തു, DMK DMKയുടെ അലയൻസ് ഒന്നും പൊട്ടിപ്പോത്തില്ല, അവർക്ക് കുറേ അലയൻസ് പാർട്ടികളുണ്ട്, അതങ്ങനെ കണ്ടിന്യൂ ആവും. അപ്പോൾ CBI ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, അതിപ്പോൾ ആരുടെ ഭാഗത്താണ് തെറ്റെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി. കാരണം അവിടെ ഒരുപാട് സംഭവം നടന്നിട്ടുണ്ടല്ലോ. പിന്നെ വിജയ് ADMK, അതായത് അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം, പിന്നെ BJP, ഈ ഒരു 2 പാർട്ടിയുടെ കൂടെ ജോയിൻ ചെയ്യാൻ ചാൻസ് ഉള്ളതായിട്ട് പറയുന്നുണ്ട്. ഇനി വേറെ ഒരു സംഭവം കൂടെ ഇവിടെ പറയുന്നത് എന്ന് വെച്ചാൽ, വിജയ് കോൺഗ്രസുമായിട്ട് ജോയിൻ ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്, അത് രാഹുൽ ഗാന്ധി ഓൾറെഡി വിജയ് എടുത്ത് സംസാരിച്ചിട്ടുണ്ടെന്നും അങ്ങനെ ഒരു റൂമേഴ്സും പറയുന്നുണ്ട്. പക്ഷേ അത് ഉള്ളതാണ്, കാരണം വിജയും രാഹുൽ ഗാന്ധി തമ്മിലുള്ള റിലേഷൻ കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് വിജയ് രാഹുൽ ഗാന്ധി കൂടെ ചേർന്ന് കോൺഗ്രസുമായിട്ട് ജോയിൻ ചെയ്ത് പോകാൻ ചാൻസ് കൂടുതലാണ്. അത് മെയിനായിട്ട് രാഹുൽ ഗാന്ധി ആഗ്രഹിക്കാൻ കാരണം, കേരളത്തിൽ വിജയ്ക്ക് ഇച്ചിരി ഫാൻസ് കൂടുതലായതുകൊണ്ട് കേരളത്തിലും വിജയുടെ ഒരു സപ്പോർട്ട് വേണം, അന്നേരം കോൺഗ്രസ് നെക്സ്റ്റ് ജയിക്കാൻ കുറച്ച് ഹെൽപ്പ് ചെയ്യും എന്നുള്ള രീതിയിലാണ് രാഹുൽ ഗാന്ധി. അതായത് രാഹുൽ ഗാന്ധി വിജയരോട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് MLAസും കിട്ടും, കാരണം കുറച്ചും കൂടെ സീറ്റ് ഒരുപാട് കിട്ടുമല്ലോ. മാത്രമല്ല കേരളത്തിലോട്ടും അവർക്ക് കോൺഗ്രസ് ജയിക്കാനുള്ള കുറച്ച് പ്ലാറ്റ്ഫോമായിട്ട് ഹെൽപ്പ് ചെയ്യുമല്ലോ. അതാണ് ഇപ്പോൾ അവിടുത്തെ സംഭവം. സോ ഒരു സൈഡ് കോൺഗ്രസ് വിജയനെ വലിക്കുന്നുണ്ട്, ഇനിയൊരു സൈഡ് BJP വലിക്കുന്നുണ്ട്. സോ ഇപ്പോഴത്തെ കണ്ടീഷൻ ഇങ്ങനെ, വിജയ് ആണെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ആ കരൂരിൽ ആ ആക്സിഡൻറ്റ് നടന്നപ്പം അവിടെ ഒരു 1 ലക്ഷം മേളിൽ ആൾക്കാരുണ്ടായിരുന്നു അൺഒഫീഷ്യലായിട്ട് പറയുന്നുണ്ട്. ഒഫീഷ്യലായിട്ട് പറയുന്നത് 27,000 പേരുണ്ടായിരുന്നു എന്നാണ്. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന പോലീസ് 100 പേരേ ഉള്ളൂ. പക്ഷേ ഒഫീഷ്യലായിട്ട് പോലീസുകാർ പറയുന്നത് 600 പോലീസ് ഉണ്ടായിരുന്നു. സ്റ്റിൽ അത്രയും ജനങ്ങൾക്ക് 500 പോലീസ് അല്ലെങ്കിൽ 600 പോലീസ് തികയോ, ഒരിക്കലും പറ്റില്ല. സോ അവിടുത്തെ ആ ഒരു പ്രൊട്ടക്ഷൻ ശരിയല്ല എന്നാണ് എല്ലാവരുടെ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരുടെ ഒരു ഇത്.
കാരണം കറക്റ്റ് ആ ഒരു ചെറിയ സ്ഥലത്ത് അവർ ഇത്രയും വലിയൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ അവർ പെർമിഷൻ കൊടുത്തതും, ആ ഒരു ഇൻസിഡൻറ്റിൽ പോലീസുകാർക്ക് മാത്രം ഒന്നും പറ്റിയില്ല, ഒരു ഇഞ്ചുറി പോലും ഇല്ല, പക്ഷെ നാട്ടുകാർക്ക് ഫുൾ ഇഞ്ചുറി ആയി. സോ ഇങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ ഈവൻ സുപ്രീം കോർട്ട് പോലും ചോദിച്ചു. സോ ഇതൊക്കെ നമ്മൾ എല്ലാം കൂടെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ചിലപ്പം എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ടാവാം എന്നുള്ള ഒരു നിഗമനത്തിലാണ് CBIനെ സുപ്രീം കോർട്ട് അപ്പോയിന്റ് ചെയ്തത്. സോ ഇങ്ങനെയാണ് അവിടുത്തെ സ്റ്റോറി.